ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ഓട്സ് പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഓട്സ് പത്തിരി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ഓട്സ് ആണ്. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിനുള്ള ഓട്സ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഓട്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കും വേണം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ 3 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോർ. അപ്പോൾ ഈ ഒരു സ്പൂണിൻ്റെ അളവിനുള്ള 3 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിൽ തേങ്ങ ചിരകിയത് ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, അതായത് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഏതിലാണോ കുഴച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറേശ്ശെയായിട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കട്ട കുത്തും. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇളക്കി കൊടുക്കുക. ഒപ്പം തന്നെ നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും വേണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കണം. ഇനി അധികം കുറുകാൻ നിൽക്കണ്ട. അപ്പോഴേക്കും നമുക്ക് നമ്മൾ ഓട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം 1 കപ്പ് ഇട്ടെടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത കപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു രൂപമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് അവിടെ വയ്ക്കാം കുറച്ച് നേരം. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം, അധികം ചൂടാറാവാൻ നിൽക്കണ്ട, നമ്മൾ സാധാരണ പത്തിരിക്ക് കുഴയ്ക്കുന്ന ആ ഒരു രൂപത്തിൽ തന്നെ നമുക്ക് ഒരു വലിയ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒന്ന് ഇതുപോലെ കുഴച്ച് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇത്തിരി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്കിതുപോലെ പ്രസ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പത്തിരി പ്രസ്സറിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഷേപ്പിൽ പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ പ്രസ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിൻ്റെ മൂടി വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഷേപ്പ് അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാവുന്നതാണ്. ഇതുപോലൊരു മൂടി ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് പത്തിരി കിട്ടും. അരിയൊക്കെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഈ പത്തിരി നമുക്ക് ചുട്ടെടുക്കാം.